മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം.ടി. വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ എം.ടി. വാസുദേവൻ നായർ. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്, എം.എൻ. കാരശ്ശേരി ഉൾപ്പെടെയുള്ളവർ എം.ടിയെ ആശുപത്രിയിലെത്തി കണ്ടു. 2 ദിവസം മുമ്പ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ശ്വാസതടസ്സം കൊണ്ടാണ്. അപ്പോൾ അത് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് പറയാവുന്നൊരു കാര്യം, അത് ക്രിട്ടിക്കലാണ്. ശരീരത്തിൽ പ്രാണവായു, ഓക്സിജൻ കുറവാണ് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഒന്നും പറയാൻ കഴിയാത്തൊരു സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. കണ്ടു, ഡോക്ടർമാരുമായി സംസാരിച്ചു, ബഹുമാന്യ എം.ടിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഡോക്ടർമാർ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ല, അതെ, ഡോക്ടർമാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ കുടുംബാംഗമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എല്ലാവിധ മെഡിക്കൽ സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. വിവരങ്ങളുമായി ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം.ടി. ആരോഗ്യാവസ്ഥ ഗുരുതരമായി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എം.ടിയുടെ കുടുംബാംഗങ്ങളെയും ഒപ്പം തന്നെ ഡോക്ടേഴ്സിനെയും ഒക്കെ അവിടെ എം.എൻ. കാരശ്ശേരിയും ഒപ്പം മന്ത്രിയും ഒക്കെ എത്തി കണ്ടതാണ്. എന്താണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? എം.ടിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ ഹൃദയാഘാതമാണ്, അതിൽ ചികിത്സ തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ICUവിൽ കയറി കണ്ടത് മന്ത്രി A.K. ശശീന്ദ്രനാണ്. അദ്ദേഹം നമ്മളോട് സംസാരിച്ച സമയത്ത് ശ്വാസം എടുക്കുന്നുണ്ട് എം.ടി, പക്ഷേ വളരെ കുറഞ്ഞ അളവിൽ ശ്വാസം എടുക്കുന്നു. ഇതിനുശേഷം മന്ത്രി ഏതെങ്കിലും രീതിയിൽ മന്ത്രിയോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതായത് എം.ടിക്ക് ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ICUവിൽ കയറി എം.ടി. വാസുദേവൻ നായരെ കണ്ട മന്ത്രി A.K. ശശീന്ദ്രൻ നമ്മളോട് പറഞ്ഞത്. മാത്രവുമല്ല, അതിനുശേഷം ഡോക്ടേഴ്സുമായി സംസാരിച്ചപ്പോൾ ഡോക്ടേഴ്സും ഒരേ അവസ്ഥയിൽ തുടരുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകളോട് പ്രതികരിച്ചുള്ള ആരോഗ്യനിലയിലെ പുരോഗതി എം.ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എം.ടിയെ കാണാൻ വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിച്ച് നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ തന്നെ സംവിധായകൻ ഹരിഹരൻ, അതുപോലെ എഴുത്തുകാരൻ എം.എൻ. കാരശ്ശേരി, ഇങ്ങനെ നിരവധി പേർ, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, A. പ്രദീപകുമാർ മുൻ MLA, ഇങ്ങനെ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എം.ടി തിരിച്ചു വരും, എം.ടി ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളത്തിൻ്റെ സാഹിത്യ ലോകം. കാരണം എം.ടി ഇതുപോലെ തന്നെ അത്ഭുതങ്ങൾ നിരവധി, അദ്ദേഹം മലയാള സാഹിത്യത്തിൽ അത്ഭുതങ്ങൾ തീർത്ത പോലെ സ്വന്തം ജീവിതത്തിലും പലപ്പോഴും അത്ഭുതങ്ങൾ തീർത്ത ഒരാളാണ് എം.ടി. വാസുദേവൻ നായർ. മാത്രവുമല്ല, അദ്ദേഹവുമായി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നവതി സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിമുഖ വേളയിലും അദ്ദേഹം പറഞ്ഞിരുന്നത് ജീവിതം ഒരു യാത്രയാണ്, അതിങ്ങനെ ഇടയ്ക്കൊന്ന് വേഗത കുറയും, പിന്നീട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എം.ടി ആശുപത്രിയിൽ നിന്നും ആരോഗ്യവാനായി തിരിച്ചു വരുമെന്നുള്ളതാണ് മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന, അക്ഷരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആരോഗ്യ പ്രവർത്തകരുടെ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം എം.ടി ഒരേ അവസ്ഥയിൽ തുടരുകയാണ്. നേരിയ പുരോഗതി പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റീജിത്ത്. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എം.ടി ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ.